പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ആ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ആക്നെയും അതുപോലെ തന്നെ ആക്നെ അതല്ലെങ്കിൽ കുരു ഉണ്ടായിട്ട് അതിൻ്റെ പാടുകളും അതുപോലെ തന്നെ കുറച്ച് കറുത്ത് പോകുന്ന രീതിയിലേക്ക് മാറുമ്പോഴും അതിനെ മാറ്റാനുമുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്കിപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതൊന്ന് മാറ്റാൻ നമുക്ക് ആഗ്രഹമുണ്ട്, അതിന് എന്ത് ചെയ്യണമെന്ന് മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ക്ലിനിക്കിലുള്ള ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ്. മിക്കവാറും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്ലിനിക്കിൽ വരുന്ന സമയത്തും അല്ലാതെ നേരിട്ട് കാണുമ്പോഴും മെസ്സേജ് ആയിട്ടും ഒക്കെ ചോദിക്കുന്നത്, എൻ്റെ സ്കിന്നിൽ ഇപ്പം പ്രത്യേകിച്ച് ടീനേജ് ഒക്കെ കഴിയുമ്പോൾ ചെറിയ ചെറിയ കുരുക്കൾ വരാം, അതുപോലെ തന്നെ വെയിലേറ്റ് കരുവാളിപ്പ് വരാം, കുറച്ച് സ്കിൻ ടാൻഡായി മാറാറുണ്ട്, ഇങ്ങനെ തുടങ്ങി കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് കുട്ടികൾക്കും ഉണ്ട്, മുതിർന്നവർക്കും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതൊന്ന് മാറ്റാൻ നമുക്ക് ആഗ്രഹമുണ്ട്, അതിന് എന്ത് ചെയ്യണമെന്ന് മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഡീപിഗ്മെന്റേഷൻ, ഡീ-ടാൻ ആൻഡ് ഡീ-ആക്നെ എന്ന് പറയുന്നത്. അതായത് പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് ആ പിഗ്മെന്റേഷൻ മാറ്റാനും ആക്നെയും അതുപോലെ തന്നെ ആക്നെ അതല്ലെങ്കിൽ കുരു ഉണ്ടായിട്ട് അതിൻ്റെ പാടുകളും അതുപോലെ തന്നെ കുറച്ച് കറുത്ത് പോകുന്ന രീതിയിലേക്ക് മാറുമ്പോഴും അതിനെ മാറ്റാനുമുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീനേജേഴ്സിനിടയിൽ ആഫ്റ്റർ ഒരു 12 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഇപ്പം നമ്മൾ വളരെ എന്താ പറയുക, സ്വാഭാവികമായ ഒരു ഭാഷ പറഞ്ഞാൽ ഈ ആണി പോലെ കാര പോലെയൊക്കെ കുട്ടികൾക്ക് വരുന്നുണ്ട്. അത് മുതൽ കുരുവിലേക്ക് മാറുന്നതും, പ്രത്യേകിച്ച് ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ വലിയ വലിയ കുരുക്കൾ വരാറുണ്ട്, ചെറിയ റാഷസ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ വെയിലത്തൊക്കെ പോയിട്ട് അവർ ശ്രദ്ധയില്ലാതെ കുറച്ച് കരിവാളിച്ച് പോകാറുണ്ട്. ഇതിനൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ ഡി-ആക്നെ, ഡീ-ടാൻ അല്ലെങ്കിൽ ഡി-ആക്നെ ഡീപിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ഓരോ ആൾക്കാരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് നമുക്കിത് ഏത് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിറയെ കുരുവും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ഒക്കെ ആയിട്ട് വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അത് കുറച്ച് ട്രീറ്റ്മെന്റിന് ശേഷം നമുക്ക് ഇപ്പോൾ ഈ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ എങ്ങനെയായി എന്നുള്ള ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ആ പ്രൊസീജിയറാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പ്രൊസീജിയറിൽ ആദ്യം നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ക്ലെൻസിങ് ഉണ്ടാവും. അതിനുശേഷമാണ് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് അവരവരുടെ സ്കിന്നിന് ചേരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മെഡിസിൻസ് യൂസ് ചെയ്ത്, പ്രത്യേകിച്ച് ഹോമിയോപ്പതിക് മെഡിസിൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം.
കണ്ടത് നമ്മൾ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് വന്ന ഒരു കുട്ടിയുടെ ഫേസ് ആണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ബിഫോറും അതുപോലെ തന്നെ ആഫ്റ്ററും കാണിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ ബിഫോർ എങ്ങനെ ഇരുന്നു എന്നുള്ളത് ഒരു ട്രീറ്റ്മെന്റിന് ശേഷം കാണിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു 3-4 മന്ത്സ് അല്ലെങ്കിൽ കുറച്ച് ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ കാണുന്ന ഒരു ചേഞ്ച് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പിനനുസരിച്ച്, അതുപോലെ തന്നെ ഇപ്പോൾ ആക്നെ ഇല്ലാത്തവർക്കും ടാൻ ഉണ്ടാവും, അല്ലെങ്കിൽ ടാൻ ഇല്ലാത്തവർക്ക് ആക്നെ വരാം. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻസ് എടുത്ത് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ പോകുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിനിക്കിന്റെ നമ്പർ അവൈലബിൾ ആണ്. അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.